പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. നാളെ സുന്ദരമായ പവിത്രമായ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് 3 കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. രണ്ടാമത്തേത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. മൂന്നാമത്തേത് പടച്ചവന്റെ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചു പറഞ്ഞു ഇത് ഇസ്മുൽ ആലമാണ്. ഈ ഒരു ഇസ്മ, ഇനി പറയാൻ പോകുന്ന എണ്ണം ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ, മഹത്വങ്ങൾ, പ്രതിഫലങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. കടങ്ങളുള്ളവരാണോ നിങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കാൻ വിട്ടുപോകരുത്. അതുപോലെ പ്രയാസങ്ങളുള്ളവരാണോ, പെട്ടെന്നുള്ള രോഗം വന്ന് ഹോസ്പിറ്റലിൽ കഴിയുന്നവരാണോ, ഏതെങ്കിലും ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം. ഇതിൽ പറയുന്ന കാര്യം ചെയ്തു നോക്ക്, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും റാഹത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നേരെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവലും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അവസരവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു മഖ്ബൂലും മബ്റൂറും മർളിയുമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ താമസിയാതെ ആ പുണ്യമായ മണ്ണുകളിലെത്താനും അവിടെയൊക്കെ പുണ്യമായ ഇബാദത്തുകളിൽ കഴിയാനും അല്ലാഹു അവസരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. നാളെ 2ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച പകൽ. വളരെ ശ്രേഷ്ഠതയുള്ള സമയത്തിലൂടെയാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അള്ളാഹു ആദരിച്ച, പടച്ചവൻ ബഹുമാനിച്ച മാസം കൂടിയാണല്ലോ ദുൽഖഅദ മാസം. അള്ളാഹുവിന് ഇഷ്ടമുള്ള മാസമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുആക്ക് ഒരുപാട് കണ്ട് ഉത്തരം കിട്ടുന്ന സമയമാണ് ഈ സമയത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ചെയ്ത ദുആ, പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ, അതൊക്കെ വളരെ എഫക്റ്റീവായ വാക്കുകളാണ്, ദുആകളാണ്. വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള ദുആകൾ ഒരുപാട് കണ്ട് കാണാൻ പറ്റും. ഖുർആനിൽ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള, അവർ ചെയ്ത ദുആകൾ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, മഹാനായ ആദം നബി പറഞ്ഞ വാക്കാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. ഇന്നി മസ്സനിയൽ ദുർ വ അന്ത അർഹമുർ റഹീമീൻ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർ ചെയ്ത ദുആകൾ, അവർ പറഞ്ഞ ചില വാചകങ്ങളൊക്കെ വിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ, പ്രവാചകന്മാരങ്ങനെ പറയണമെങ്കിൽ അതിന് ഭയങ്കര എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകരാണ്, അല്ലെ? നല്ല സമ്പത്തുള്ള, നല്ല തറവാടിത്തമുള്ള, അതുപോലെ തന്നെ ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന, കച്ചവടക്കാരനായിരുന്ന മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു. ഒരുപാട് പരീക്ഷണങ്ങൾ, വേണ്ടപ്പെട്ടവരും കുടുംബക്കാരും വീട്ടുകാരൊക്കെ ഇട്ടിട്ട് പോയി, രോഗങ്ങൾ വന്നു, കച്ചവട എല്ലാം നശിച്ചുപോയി. അവസാനം മഹാനവറുകൾ പിടിച്ചു നിന്നു. അവസാനം പറഞ്ഞ ദുആ ഇന്നി മസ്സനിയൽ ദുർ വ അന്ത അർഹമുർ റഹീമീൻ എന്ന വാചകമാണ്. നമുക്കൊക്കെ ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ദുആയൊക്കെ പറയാമെന്നാണ്. അയ്യൂബ് നബിയുടെ ദുആയാണത്. ഇന്നി മസ്സനിയൽ ദുർ വ അന്ത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ പടച്ചവനെ, എനിക്കൊരു പ്രയാസം വന്നിട്ടുണ്ട്, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. ഇതാണ് അതിന്റെ അർത്ഥം. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് മഹാനവകളുടെ മുഴുവൻ രോഗങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുത്തതെന്നാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു വല്ലാത്തൊരു വാചകമാണ്.
നമ്മൾ ദുആകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പുണ്യമായ വാചകമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകലൊക്കെയാണ് ദുആ ഒരുപാട് കണ്ട് പറയാൻ വിട്ടുപോകണ്ട. ഇന്നി മസ്സനിയൽ ദുർ വ അന്ത അർഹമുർ റഹീമീൻ, ഇന്നി മസ്സനിയൽ ദുർ വ അന്ത അർഹമുർ റഹീമീൻ, ഇന്നി മസ്സനിയൽ ദുർ വ അന്ത അർഹമുർ റഹീമീൻ. അല്ലെ, ക്യാൻസർ ഉള്ളവരെ, ഡയാലിസിസ് ചെയ്യുന്നവരെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നവരെ, അപകടത്തിൽപ്പെട്ടവരെ, പനിയുള്ളവരെ, ഷുഗറുള്ളവരെ, കൊളസ്ട്രോൾ ഉള്ളവരെ, പ്രഷറുള്ളവരെ, നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് സ്വന്തമായി തന്നെ ഈ ഒരു ദുആ ഇന്നി മസ്സനിയൽ ദുർറു വ അന്ത അർഹമുർ റഹീമീൻ, ഇന്നി മസ്സനിയൽ ദുർറു വ അന്ത അർഹമുർ റഹീമീൻ എന്ന് 17 വട്ടം പറയും. 17 പ്രാവശ്യം പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്ക്. എന്നിട്ട് നിങ്ങൾ തന്നെ കുടിക്ക്. വേറെ ഒരു തങ്ങളുടെ അടുത്തും പോവേണ്ട, ഒരു ഉസ്താദിന്റെ അടുത്തും പോവേണ്ട, നിങ്ങൾക്ക് തന്നെ മന്ത്രിച്ച് കുടിക്കാൻ പറ്റുന്ന വിശുദ്ധ ഖുർആനികമായ അത്ഭുത മന്ത്രമാണ്. ഒരു പ്രവാചകരുടെ ദുആയാണ്. അയ്യൂബ് നബിയുടെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയാണ് ഇന്നി മസ്സനിയൽ ദുർറു വ അന്ത അർഹമുർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുള്ള നമുക്കും ഇതൊക്കെ പറയാൻ വേണ്ടിയാണ്. അപ്പൊ ആ കാര്യം മറന്നു പോവണ്ട. രോഗങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ഒരു ദുആ ഇന്നി മസ്സനിയൽ ദുർറു വ അന്ത അർഹമുർ റഹീമീൻ ഇൻഷാ അല്ലാഹ് മറക്കൂലല്ലോ, ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ് അത് പഠിച്ചു വെച്ചോ കേട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അത് ചെറിയ കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു ദുആ. ഇത് നമ്മൾ പറയുന്നത് നമുക്ക് ഈ ശാരീരികമായ പല പ്രയാസങ്ങളും മാനസികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ പഠിച്ചിട്ട് മറന്നു പോകുന്നു, കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടുന്നില്ല. ഇപ്പോൾ സ്കൂൾ അടച്ചിട്ടുള്ള സമയമാണ്, മദ്രസകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ താമസിയാതെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. മെയ് മാസം പകുതിയാകുമ്പോൾ തന്നെ പല സ്കൂളുകളൊക്കെ തുറക്കും. അപ്പോൾ ഈ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയോടുകൂടി തുടക്കം മുതൽ പഠിച്ച് അവസാനം നല്ല മാർക്കോടുകൂടി പാസ്സാവണം. അതിന് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത്. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. ഇദ്രീസ് നബിയുടെ ദുആയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മശക്തി ഉണ്ടാവാൻ, ശ്രദ്ധയുണ്ടാവാൻ ഇതൊക്കെ നല്ലതാണ്. ബുദ്ധിശക്തി കൂടുമെന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറുമെന്നും ഒക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. സുബഹി നമസ്കാരത്തിന് ശേഷം ഈ ദുആ നമ്മൾ പതിവാക്കുക. എത്ര പ്രാവശ്യം? 27 തവണ പതിവാക്കണമെന്നാണ്, 27 പ്രാവശ്യം പറയണമെന്നാണ്. ഏതാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ദുആ? യാ ഖയ്യൂമു ഫലാ യഫൂതുഹു ശൈഉം മിൻ ഇൽമിഹി വലാ യഊദുഹു ഹിഫ്ദുഹു. വളരെ സിമ്പിളാണ്. അയ്യൂബ് നബിയുടെ ദുആ നമ്മൾ ഏതാ പറഞ്ഞത്? ഇന്നി മസ്സനിയൽ ദുർറു വ അന്ത അർഹമുർ റഹീമീൻ. ഇത് ഇദ്രീസ് നബിയുടെ ദുആയാണ്. ഏത്? യാ ഖയ്യൂം ഫലാ യഫൂതുഹു ശൈഉം മിൻ ഇൽമിഹി വലാ യഊദുഹു ഹിഫ്ദുഹു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞേ. യാ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്നവനായ അല്ലാഹ്, ഫലാ യഫൂതുഹു ശൈഉം മിൻ ഇൽമിഹി, അല്ലാഹുവേ നിന്റെ അറിവിൽ നിന്നും ഒന്നും തന്നെ മാഞ്ഞു പോകൂല, നീ മറന്നു പോകൂല. വലാ യഊദുഹു ഹിഫ്ദുഹു, എല്ലാം സംരക്ഷിക്കുന്നത് നിനക്ക് ഒരിക്കലും ബുദ്ധിമുട്ടാവുകയുമില്ലല്ലോ അല്ലാഹ്. ഇത് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അതുകൊണ്ട് സ്ത്രീകളെ, ഉമ്മമാരെ, നിങ്ങൾക്കും ഈ ദുആ പറയാം. അശുദ്ധിയാകുന്ന സമയത്തും പറയാം. വളരെ പുണ്യമുള്ള ഒരു ദുആയാണ്. ഇദ്രീസ് നബിയുടെ ദുആയാണ്. യാ ഖയ്യൂം ഫലാ യഫൂതുഹു ശൈഉം മിൻ ഇൽമിഹി വലാ യഊദുഹു ഹിഫ്ദുഹു. രണ്ട് പ്രവാചകന്മാരുടെ പുണ്യമായ ദുആയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് മറന്നുപോവരുതേ. ഈ ഇദ്രീസ് നബിയുടെ ദുആ 27 പ്രാവശ്യം പറയണം സുബഹി നമസ്കാരത്തിന് ശേഷം. മഹാനായ അയ്യൂബ് നബിയുടെ ദുആയാകുന്ന ഇന്നി മസ്സനിയൽ ദുർറു വ അന്ത അർഹമുർ റഹീമീൻ എന്ന ദുആ അത് 17 പ്രാവശ്യമാണ്. അത് നമുക്ക് രോഗം വരുമ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് മന്ത്രിച്ച് നമുക്ക് കുടിക്കാം. 2 കാര്യം മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. എന്താണെന്നറിയോ? അള്ളാഹുവിന് 99 പേരുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് 99 പേരുണ്ട്. എല്ലാ പേരുകളും വളരെ പുണ്യമുള്ള പേരാണ്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അതുപോലെ ഇസ്മുൽ അഅ്ലം ഉന്നതമായ പേരാണെന്ന് ഒരുപാട് മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതുമായ ഒരു പേര് അതേതാണെന്നറിയോ? അല്ലാഹ് എന്ന പേരാണ്. അള്ളാഹുവിന്റെ അല്ലാഹ് എന്ന പേര് അത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേരാണ്. പടച്ചവനെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പേരാണ്. ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾ, അതിന് ശമനം കിട്ടാൻ,
രോഗങ്ങൾ വരാതിരിക്കാൻ, പ്രയാസകരമായ രോഗങ്ങളെല്ലാം മാറാൻ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി, പ്രത്യേകിച്ച് ജുമാ ഖുതുബക്ക് മുമ്പ് നല്ല മനസ്സോടുകൂടി ഒരു 200 പ്രാവശ്യം യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇഷ്ടവും സ്നേഹവും അവനിക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാൽ ദുന്യാവ് രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച മൂന്നാമത്തെ കാര്യം ഏതാണ്? അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. അതിൽ പല പേരുകളും അല്ലാഹുവിന്റെ ഇസ്മുൽ ആലമാണെന്ന് അഭിപ്രായമുണ്ട്. എന്നാൽ എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അല്ലാഹ്. അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ പടച്ചവന്റെ പേര് അത് ഇസ്മുൽ ആലമാൻ. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാലമല്ലേ? പെട്ടെന്നുള്ള രോഗം, അപകട മരണങ്ങൾ, അല്ലെ, ആക്സിഡന്റുകൾ, ഓപ്പറേഷൻ വിധേയമായി കഴിയുന്നവർ പറ എന്ത് 200 പ്രാവശ്യം നിങ്ങൾ പറയ്. വെള്ളിയാഴ്ച രാവല്ലേ ഇന്ന്, നാളെ വെള്ളിയാഴ്ച പകലാണ്. ഇന്ന് 200 വട്ടം, നാളെ 200 വട്ടം, അല്ലെങ്കിൽ ഇന്ന് 100 വട്ടം, നാളെ 100 വട്ടം, മൊത്തം 200 പറയാൻ പറ്റുമോ? എന്ത്? യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് മനസ്സിൽ തട്ടി പറയണേ എന്ന് പറഞ്ഞാൽ അവന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കുന്നതാണ്. യാ അല്ലാഹ് യാ അല്ലാഹ് എന്നൊരാൾ 200 വട്ടം പറഞ്ഞാൽ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കുന്നതാണ്. അവൻ എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുന്നതാണ്. മാത്രമല്ല അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ്. സമ്പത്ത് കുതിച്ചുയരാൻ ഈ ഒരു പുണ്യമായ വാക്ക് പറയണം. സമ്പത്തുയരാൻ, ഹലാലായ സമ്പത്തുണ്ടാവാൻ, ഹറാമായ സമ്പത്തിനെ തൊട്ടുള്ള കാവൽ കിട്ടാനൊക്കെ ഈ ദുആ നല്ലതാണ്. ഈ ദുആ, ഈ ഇസ്മ നല്ലതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ, അള്ളാഹുവിന്റെ ഏറ്റവും പുണ്യമായ ഇസ്മുൽ ആദം എന്ന മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ള നാമം, ഇതൊക്കെ പറയണം. എങ്ങനെ പറയണം, എത്ര പ്രാവശ്യം പറയണം, എപ്പോൾ പറയണം, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് കേട്ട് പഠിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വെള്ളിയാഴ്ച രാവിൽ, വെള്ളിയാഴ്ച പകലാകുന്ന നാളെയൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് ദുആക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കടങ്ങളാണ് ഉസ്താദേ, രോഗങ്ങളാണ് ഉസ്താദേ, പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്, ദുരിതങ്ങളാണ്. എത്രയോ ആളുകൾ കമന്റായി ദുആ വസിയത്ത് പറയുന്നു. പലരും ഒക്കെ ഞങ്ങൾക്ക് കമന്റ് എഴുതാനൊന്നും അറിയില്ല, നിങ്ങൾ ദുആരക്കണേ എന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. പലരൊക്കെ പല ഫംഗ്ഷനുകളിലൊക്കെ വെച്ച് കണ്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണീറുകളെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല തരട്ടെ. വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്ത് ചൊല്ലാൻ ആരും മറന്നു പോവണ്ട. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പച്ച സ്വലാത്ത് അല്ലേ, നമ്മളൊക്കെ ചൊല്ലുന്ന സ്വലാത്ത് ആയതുകൊണ്ടാണ് നമ്മൾ പച്ച സ്വലാത്ത് ഞാൻ പറഞ്ഞത്. അതായത് പണ്ട് മുതലേ നമ്മൾ ചൊല്ലി വരുന്ന, നമ്മുടെ നാക്കിന് ഒരു പ്രയാസം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു തരത്തിലുള്ള ഒരു കെട്ടുപാടും വരാതെ നമുക്ക് സരളമായി പറയാൻ പറ്റുന്ന ഒരു സ്വലാത്താണത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒഴുക്കിനിങ്ങനെ പറയാം. ആ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക, നല്ലവണ്ണം ദുആരക്കുക, ദുആ സ്വന്തമായി ചെയ്യുക. ഒരുപാട് ദുആകൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം പറഞ്ഞ് അള്ളാഹുവിലേക്ക് ദുആരക്കുക. നിസ്കാരങ്ങൾ കൃത്യമാക്കുക, സ്വഭാവങ്ങൾ നന്നാക്കുക, ആരോടും പിണക്കം വഴക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ മക്കളെ ഇടങ്ങേറാക്കരുത്, മരുമക്കളെ ഇടങ്ങേറാക്കരുത്, പേരക്കുട്ടികളെ ഇടങ്ങേറാക്കരുത്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത്. ഭാര്യയുടെ മാതാപിതാക്കൾ, ഭർത്താവിന്റെ മാതാപിതാക്കൾ എല്ലാം സ്വന്തം മാതാപിതാക്കളെ പോലെ കാണുക. സാമ്പത്തികമായ ഇടപാടുകളൊക്കെ കൃത്യമാക്കുക. ആരെയും ശപിക്കാൻ നിൽക്കരുത്, ആരെ പറ്റിയും മോശമായി ചിന്തിക്കരുത്, പരദൂഷണം പറയേണ്ട, ഏഷണി പറയേണ്ട. ദിക്ർ, സ്വലാത്ത്, തസ്ബീഹായിട്ട് കഴിയുക, നല്ലവണ്ണം ദ്വാരക്കുക, ആഖിബത്ത് നന്നാവാൻ ദ്വാരക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അല്ലാഹു തആല ദൂരീകരിച്ച് എല്ലാവിധ ഖൈറും ബറക്കത്തും കിട്ടുന്ന നല്ല ഒരു ജീവിതമാക്കി അല്ലാഹു തആല നമ്മുടെ ജീവിതം മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.